അപ്പോൾ ഇന്ന് നമ്മൾ വെറ്റിനറി സയൻസിന്റെ റിവിഷൻ തേർഡ് ക്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ഡിസ്കഷൻ അങ്ങനെ തന്നെ പോകാം. ഓക്കെ, നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് നമുക്കൊരു തോട്ടിൽ കൂടെ തന്നെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സക്സസിന് ഒരു സീക്രട്ടും ഇല്ല. നമ്മൾ എന്താണോ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് എന്നാൽ മാത്രമാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. ഫെയിലിയറിൽ കൂടെ മാത്രമാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിഷമിക്കുകയോ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ താഴെ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, നമ്മൾ ഓരോ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇനി നിങ്ങളുടെ മുന്നിൽ 70 ഡേയ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ 70 ഡേയ്സ് എന്ന് പറഞ്ഞത് നമ്മൾ ഓരോ ദിവസവും എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിലബസ് നല്ല രീതിയിൽ കവർ ചെയ്യാനും എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മാക്സിമം വിത്തിൻ ദിസ് ടൈം ലിമിറ്റ് നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ കാലിബർ അനുസരിച്ച് നിങ്ങൾ മാക്സിമം കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വേക്കൻസിയിലെ ഒരു സീറ്റ് നിങ്ങൾക്കുള്ളതാവും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നലെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തായിരുന്നു, പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്തില്ല. സ്റ്റണ്ണിങ് മെത്തേഡ് റെക്കമെൻഡഡ് ഫോർ സ്ലോട്ടർ ഓഫ് അഡൾട്ട് കാറ്റിൽ. ഇത് 2015 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പം ഇതിന്റെ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് ഇലക്ട്രിക് സ്റ്റണ്ണിങ്, പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ, കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് സ്റ്റണ്ണിങ് ആൻഡ് ഓൾ ഓഫ് ദി അബവ് എന്നാണ്. അപ്പൊ ആൻസർ ഏതായിരുന്നു? പെനിട്രേറ്റീവ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ലൈഫ് സ്റ്റോക്കിൽ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റോൾ. ഓക്കെ, അപ്പം ഇതിലെന്താണ്, നമ്മളൊരു പിസ്റ്റൾ യൂസ് ചെയ്തിട്ട് ഓൺ ദ സ്പോട്ട് ആ ഒരു ആനിമലിനെ അൺകോൺഷ്യസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെയിൻലെസ് ആയിട്ടുള്ള സ്ലോട്ടറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു ഹ്യൂമൻ സ്ലോട്ടർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അൺകോൺഷ്യസ് ആക്കാൻ ആ ഒരു മെത്തേഡ് മാത്രം അല്ല ഉള്ളത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ ആനിമൽ സ്ലോട്ടർ മെത്തേഡ്സ് അല്ലെങ്കിൽ ആനിമൽ സ്ലോട്ടറിന്റെ സ്റ്റെപ്സ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ ആനിമൽ സ്ലോട്ടർ അതിൽ വരുന്ന വേരിയസ് സ്റ്റെപ്സ് ആണ് സ്റ്റണ്ണിങ്, സ്റ്റിക്കിംഗ്, ഹ്യൂമൻ സ്ലോട്ടർ, റിച്വൽ സ്ലോട്ടർ ആൻഡ് ടീത്തിങ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ സ്റ്റണ്ണ് ചെയ്യുന്നു, നെക്സ്റ്റ് സ്റ്റിക്കിംഗ് ചെയ്യുന്നു, പിന്നെ ഹ്യൂമൻ അല്ലെങ്കിൽ റിച്വൽ സ്ലോട്ടർ ചെയ്യുന്നു. അതിന്റെ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, റിച്വൽ എന്താണ്? നേരത്തെ ഫോളോ ചെയ്ത് വന്നിരുന്ന ഓരോ റിലീജിയസ് ആയിട്ടുള്ള ഓരോ റിലീജിയനും ഓരോ രീതിയിലുള്ള സ്ലോട്ടറിങ് മെത്തേഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നുകിൽ റിച്വൽ രീതിയിൽ അല്ലെങ്കിൽ ഹ്യൂമൻ. അപ്പൊ ഹ്യൂമൻ ആണ് ഇപ്പൊ നമ്മൾ മോഡേൺ ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് പെയ്റ്റിങ്. ഇതാണ് വേരിയസ് സ്റ്റെപ്സ്. ഇതിൽ നമ്മൾ സ്റ്റണ്ണിങ് ഉറപ്പായിട്ടും ചെയ്യും, സ്റ്റിക്കിംഗ് ചിലപ്പോൾ ചെയ്യില്ല. എല്ലാ ലൈഫ് സ്റ്റോക്ക് ആനിമൽസിനും സ്റ്റിക്കിംഗ് കാണില്ല. ഓക്കെ, അപ്പം ആ ഒരു രീതി നമുക്ക് എല്ലാ സ്റ്റെപ്സും ഒന്ന് നോക്കാം ഓരോന്നോരോന്നായിട്ട്. അപ്പൊ വേരിയസ് മെത്തേഡ്സ് ഓഫ് സ്ലോട്ടറും കൂടെ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. നമ്മൾ പറഞ്ഞു ഹ്യൂമൻ സ്ലോട്ടർ ആൻഡ് റിലീജിയസ് അല്ലെങ്കിൽ റിച്വൽ സ്ലോട്ടർ എന്ന്. അപ്പം ഈ ഒരു പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡാണ് റിച്വലിൽ വരുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഹ്യൂമൻ സ്ലോട്ടറിൽ വരുന്നത്. ഹ്യൂമൻ സ്ലോട്ടർ മോഡേൺ മെത്തേഡ്സ് ആണ്. അതില് സ്റ്റണ്ണിങ് ആണ് മെയിൻ ആയിട്ടുള്ള മെത്തേഡ്. അതിൽ മെക്കാനിക്കൽ മെത്തേഡ്സ്, കെമിക്കൽ ഓർ ഗേഷ്യസ് മെത്തേഡ് ആൻഡ് ഇലക്ട്രിക്കൽ മെത്തേഡ്. അപ്പം ഈ പാർട്ടിൽ നിന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. അപ്പോൾ മെക്കാനിക്കൽ മെത്തേഡ് ഉണ്ട്, കെമിക്കൽ ഓർ ഗേഷ്യസ് മെത്തേഡ് ഉണ്ട്, ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട് അണ്ടർ ഹ്യൂമൻ സ്ലോട്ടറിൽ. അതേസമയം റിച്വൽ അല്ലെങ്കിൽ റിലീജിയസ് സ്ലോട്ടർ വരുമ്പോഴത്തേക്കിനും ജൂയിസ് അല്ലെങ്കിൽ കോഷർ സ്ലോട്ടർ. സെക്കൻഡ് വൺ മുസ്ലിം അല്ലെങ്കിൽ നമ്മൾ ഹലാൽ എന്ന് കേട്ടിട്ടില്ലേ, ഇതിനാണ് മുസ്ലിം സ്ലോട്ടർ എന്നാണ് പറയുന്നത്. തേർഡ് വൺ ചക്ക അല്ലെങ്കിൽ സിഖ് സ്ലോട്ടർ. ഓക്കെ, അപ്പം മൂന്നിനും ഓരോ റിലീജിയൻ ബേസ്ഡ് ആയിട്ടാണ് അവർ സ്ലോട്ടർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് വൺ സ്റ്റണ്ണിങ് പറഞ്ഞല്ലേ. അപ്പൊ സ്റ്റണ്ണിങ്ങിൽ ഏതൊക്കെ മെത്തേഡ് ആയിരുന്നു പറഞ്ഞത്? മെക്കാനിക്കൽ മെത്തേഡ്സ് ഉണ്ട്, കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട് ആൻഡ് ഇലക്ട്രിക്കൽ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ അണ്ടർ മെക്കാനിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ മെത്തേഡ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വന്നത്. സെക്കൻഡ് വൺ ഫ്രീ ബുള്ളറ്റ് മെത്തേഡ്. തേർഡ് വൺ ഹാമർ മെത്തേഡ്. അപ്പം അങ്ങനെ മൂന്ന് മെത്തേഡാണ് മെക്കാനിക്കൽ മെത്തേഡ്സിൽ വരുന്നത്. കെമിക്കൽ മെത്തേഡ്സിൽ അവിടെയും സബ് ഡിവിഷൻസ് ഉണ്ട്. ഓവൽ ടണൽ അല്ലെങ്കിൽ കോംബി മെത്തേഡ് എന്ന് പറയും, ഡിപ്പ് ലിഫ്റ്റ് മെത്തേഡ് ആൻഡ്
ഫെറിസ് വീൽ മെത്തേഡ്. അപ്പൊ ഇതൊന്നും നമ്മൾ ഡെപ്ത് ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് ആ പേര് ഇത് ഏതിലാണ് വന്നിരിക്കുന്നതെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതാണ്? സ്റ്റണ്ണിങ്ങിൽ വരുന്ന ക്യാപ്റ്റീവ് ബോൾട്ട് ആൻഡ് അതർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കാം. ലാസ്റ്റ് വൺ എന്താണ്? ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ട്. ഇലക്ട്രിക്കൽ മെത്തേഡിൽ അണ്ടറിൽ വരുന്നതാണ് ഹിഗ്സ് ഇലക്ട്രോ ലെതേലർ മെത്തേഡ് ആൻഡ് എൽതേർ അപ്പാരറ്റസ്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് ഇലക്ട്രിക്കൽ മെത്തേഡ് വരുന്നത്. അത് ഒരു മോഡേൺ ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ ആനിമൽ സ്ലോട്ടറിൽ നമുക്ക് ആനിമൽ സ്ലോട്ടർ എന്താണ് എന്ന് നമുക്കറിയാലോ അല്ലെ? ആക്ട് ഓഫ് കില്ലിംഗ് ആനിമൽസ് ഫോർ ഹ്യൂമൻ പർപ്പസ് ആണ്. അപ്പൊ മെയിൻലി രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്, സ്റ്റണ്ണിങ് ആൻഡ് സ്റ്റിക്കിങ്. അപ്പൊ സ്റ്റണ്ണിങ് എന്ന് പറയുന്ന പ്രോസസ് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് സ്റ്റണ്ണിങ്? ഒരു ആനിമലിനെ നമ്മൾ അതിന്റെ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ആ ഒരു ജീവനുള്ള അവസ്ഥയിൽ നിന്ന് അൺകോൺഷ്യസ് ആക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റണ്ണിങ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത്? ആനിമൽസിന് പെയിൻലെസ് അല്ലെങ്കിൽ അവർക്ക് ആ ഒരു സ്ലോട്ടർ ചെയ്യുമ്പോൾ ഉള്ള പെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ആണ് നമ്മൾ സ്റ്റണ്ണിങ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റിക്കിങ് നമ്മൾ സ്റ്റണ്ണിങ് കഴിഞ്ഞിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പാണ് സ്റ്റിക്കിങ്. ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റിക്കിങ് ചെയ്യും. ഓക്കെ, ആഫ്റ്റർ സ്റ്റണ്ണിങ്. ഇപ്പൊ സ്റ്റിക്കിംഗ് എന്ന് പറഞ്ഞാല് വേറൊന്നുമില്ല, ബ്ലീഡിംഗ് ആണ്. അതായത് നമ്മൾ സ്റ്റൺ ചെയ്ത് അൺകോൺഷ്യസ് ആക്കിയതിനു ശേഷം ഫർദർ ഈ ബ്ലീഡിങ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എൻഷുർ ചെയ്യണം. ഓക്കെ, ഡിസീസ് ട്രാൻസ്മിഷനും അതേപോലെ മറ്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബ്ലീഡിങ് മാക്സിമം എൻഷുർ ചെയ്യുന്ന പ്രോസസ്സാണ് സ്റ്റിക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫുഡ് സേഫ്റ്റി ലോസ് പറയുന്നത് സ്റ്റണ്ട് എപ്പോഴും നമ്മൾ സ്റ്റണ്ണിങ് ചെയ്തതിനു ശേഷം മാത്രമേ സ്റ്റിക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഹ്യൂമൻ സ്ലോട്ടറിന്റെ പ്രോപ്പർ മെത്തേഡ് സജസ്റ്റഡ് ബൈ നമ്മുടെ ഫുഡ് സേഫ്റ്റി ലോസ്. ഓക്കെ, സ്റ്റിക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ നെക്ക്, ആനിമൽസിന്റെ നെക്ക് ആയിരിക്കും കട്ട് ചെയ്യുന്നത്. അവിടെ ഒരു നമുക്ക് എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത് ഷാർപ്പ് നൈഫ്സ് ആയിരിക്കും. ഓക്കെ, മേജർ ബ്ലഡ് വെസൽസ് ഒക്കെ നമ്മൾ സിവിയർ ചെയ്യാന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പൊ കട്ട് ചെയ്തിട്ട് മാക്സിമം ആ ഒരു ബ്ലീഡിങ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റാപ്പിഡ് ബ്ലഡ് ലോസ് ആൻഡ് ഡെത്ത്, അതാണ് ഈ ഒരു സ്റ്റിക്കിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു അനാട്ടമി അറിഞ്ഞിരിക്കണം. എന്താണ്, ഏതൊക്കെ വെയിൻസ് ആണ് കട്ട് ചെയ്യേണ്ടത് കൃത്യമായിട്ട്, ഓരോ സ്ലോട്ടറിംഗ് മെത്തേഡിൽ ഏതൊക്കെ വെയിൻസ് ആണ് കട്ട് ചെയ്യുന്നത്, ഏതൊക്കെ വെയിൻസ് കട്ട് ചെയ്താലാണ് മാക്സിമം ബ്ലീഡിങ് എൻഷുർ ആവുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. അപ്പം സ്റ്റിക്കിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ ഇതെന്താണ്? ഇത് ബാക്ടീരിയൽ ഗ്രോത്ത്, ഡിസീസ് ട്രാൻസ്മിഷൻ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിക്കിംഗ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ രണ്ടിന്റെയും പർപ്പസ് നിങ്ങളൊന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് തന്നെ പഠിക്കുക. സ്റ്റൺ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ആനിമൽസിന്റെ പെയിൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റിക്ക് ചെയ്യുന്നത് എന്തിനാണ്? ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെങ്കിൽ മൈക്രോബിയൽ ഗ്രോത്ത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിക്കിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആനിമൽ സ്ലോട്ടറിൽ രണ്ട് മെത്തേഡ് നമ്മൾ പറഞ്ഞില്ലേ, ഹ്യൂമൻ സ്ലോട്ടറും റിച്വൽ സ്ലോട്ടറും പറഞ്ഞു. ഹ്യൂമൻ സ്ലോട്ടർ എന്തായിരുന്നു? പെയിൻ, കംപ്ലീറ്റ് ബ്ലീഡിങ് അത് എൻഷുർ ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അൺനെസസറി പെയിനും ഒഴിവാക്കുന്നുണ്ട്. ഓക്കെ, അവിടെ നമ്മൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ മെത്തേഡ് പറഞ്ഞു. റിച്വലിൽ വരുമ്പോൾ അവിടെ എന്താണ്? അവിടെ റിലീജിയസ് റൈറ്റ്സിനാണ് ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത്. അവർക്ക് ആനിമൽസിന്റെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കില്ല. അവർ അവരുടെ മതം അനുസരിച്ചുള്ള ആ വിശ്വാസം അനുസരിച്ചുള്ള രീതി മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ജൂയിസ് പറഞ്ഞു, മുസ്ലിം മെത്തേഡ് അല്ലെങ്കിൽ ഹലാൽ മെത്തേഡ് എന്ന് പറഞ്ഞു, സിഖ് മെത്തേഡ് പറഞ്ഞു, പിന്നെ ഒരു എക്സ്ട്രാ വരുന്ന മെത്തേഡാണ് നെക്സ്റ്റാബ് മെത്തേഡ്. ഓക്കെ, അതും റിച്വലിൽ വരുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഇത് ഏതൊക്കെ ഒരു ഇത് തന്നിട്ടില്ലെങ്കിൽ ഒരു പേര് ഒരു മെത്തേഡ് ഓഫ് സ്ലോട്ടർ തന്നിട്ട് ഇത് എന്തിൽ അണ്ടറിലാണ്, ഹ്യൂമൻ സ്ലോട്ടറിലാണോ റിച്വൽ സ്ലോട്ടറിലാണോ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് അങ്ങനെ തന്നെ നോക്കി പഠിക്കാം. ഹ്യൂമൻ സ്ലോട്ടർ ടെക്നിക്സിൽ വരുന്ന മെക്കാനിക്കൽ മെത്തേഡ് നമുക്ക് നോക്കാം. അപ്പൊ മെക്കാനിക്കൽ മെത്തേഡിന്റെ അണ്ടറിൽ വരുന്നതാണ് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ, ന്യൂമാറ്റിക് സ്റ്റണ്ണർ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഏതാണ്? മെക്കാനിക്കൽ മെത്തേഡിൽ വരുന്നതാണ്. പിസ്റ്റൾ മെത്തേഡ് നമ്മൾ കണ്ടു അല്ലെ, പിക്ചർ കണ്ടു. ന്യൂമാറ്റിക് സ്റ്റണ്ണർ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒരു പെനിട്രേറ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ടൽ ബോൺ വിത്തൗട്ട് പെനിട്രേറ്റിംഗ് ആയിരിക്കും. അതായത് നമ്മൾ ക്യാപ്റ്റീവ് പിസ്റ്റോളില് ഫ്രണ്ടൽ ബോൺ പെനിട്രേറ്റ് ചെയ്തിട്ടായിരിക്കും. അതായത് ഫ്രണ്ടൽ ബോൺ പെനിട്രേറ്റ് ചെയ്ത് കോർട്ടെക്സിലും അതേപോലെ തന്നെ നമ്മുടെ സ്കള്ളിന്റെ ഡീപ്പർ പാർട്സിലേക്കും ആ ഒരു പിസ്റ്റളിന്റെ ബുള്ളറ്റ് പോവും. അങ്ങനെയാണ് അവര് അൺകോൺഷ്യസ് ആ ഒരു അൺകോൺഷ്യസ് പർപ്പസിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതേസമയം ന്യൂമാറ്റിക് സ്റ്റണ്ണർ വരുമ്പോഴത്തേക്കിനും ഫ്രണ്ടൽ ബോൺ പെനിട്രേറ്റ് ആവില്ല. ഓക്കെ, അപ്പൊ മെക്കാനിക്കൽ മെത്തേഡിൽ രണ്ട് മെത്തേഡ് ആണുള്ളത്, ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റൾ ആൻഡ് ന്യൂമാറ്റിക് സ്റ്റണ്ണർ. അതില് ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റോളിൽ ഫ്രണ്ടൽ ബോൺ പെനിട്രേറ്റ് ആവും, ന്യൂമാറ്റിക്കിൽ എന്ത് ചെയ്യില്ല, ഫ്രണ്ടൽ ബോൺ പെനിട്രേറ്റ് ചെയ്യുന്നില്ല.
ഓക്കെ, ആ രണ്ട് ഡിഫറൻസും ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ക്യാപ്റ്റീവ് ബോൾട്ട് ആൻഡ് ന്യൂമാറ്റിക് സെൻസർ രണ്ടിന്റെ അതാണ് നമ്മുടെ മെക്കാനിക്കൽ മെത്തേഡ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പൈപ്പിംഗ് ചെയ്യും. ഓക്കെ, പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. നമുക്ക് ഒരു ടേം ചിലപ്പോൾ MCQ ആയിട്ടല്ലേ പ്രതീക്ഷിക്കാം. ഇനി അഡൾട്ട് ക്യാറ്റിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ലൈഫ് സ്റ്റോക്കിൽ മൊത്തത്തിൽ തന്നെയാണ് പൈപ്പിംഗ് നമ്മൾ പറയുന്നത്. അപ്പം ഇവിടെ അഡൾട്ട് ക്യാറ്റിലിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ക്യാപ്റ്റീവ് ബോൾട്ട് പിസ്റ്റോൾ ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1/2 മീറ്റർ നീളമുള്ള സ്റ്റീൽ റോഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിന്റെ പർപ്പസ് എന്താണ്? മെഡില്ല ഒബ്ലാങ്കട്ട, ഓക്കെ, ആ ഒരു പാർട്ട് ഓഫ് ബ്രെയിൻ ഇതെന്ത് ചെയ്യും? അത് ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റിക്കിങ് ബ്ലീഡിങ് ചെയ്യുന്ന സമയത്തും അതേപോലെ തന്നെ ഇനീഷ്യൽ ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഓക്കെ, നമ്മൾ ആ ഒരു വേണ്ടാത്ത ബോഡി പാർട്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യില്ലേ, അങ്ങനെയല്ല നമ്മൾ ഡ്രസ്സിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡ്രസ്സ് ചെയ്യുന്ന സമയത്തും ഒരു റിഫ്ലെക്സ് മസ്കുലർ ആക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൈപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ്, ഏത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, ഇത് എല്ലാ മെത്തേഡിലും നിങ്ങൾ അത് നോക്കി നോക്കി പഠിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ അത് എന്താ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണല്ലോ അത് പഠിക്കുക. ഓക്കെ, ഇലക്ട്രിക്കൽ മെത്തേഡ്. ഓക്കെ, ഇലക്ട്രിക് മെത്തേഡിൽ വരുമ്പോഴത്തേക്കിനും റൂമിനൻസ് അല്ലെങ്കിൽ സ്മോൾ റൂമിനൻസ്, പിക്സ്, പോൾട്രി, ഇതിനാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നത് എൽത്തർ അപ്പാരറ്റസ്. ഓക്കെ, എൽത്തർ അപ്പാരറ്റസ് ആണ് നമ്മൾ മെയിൻലി ഇലക്ട്രിക്കൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു പെയർ ഓഫ് ടോങ്സ് അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു AC അല്ലെ, ഓൾട്ടർനേറ്റിംഗ് കറന്റ് നമ്മൾ ഈ ഒരു ലൈഫ് സ്റ്റോക്ക് ആനിമലിന്റെ ബ്രെയിനിൽ കൂടെ പാസ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഏകദേശം ഫ്രീക്വൻസി ഓഫ് കറന്റ് വരുന്നത് 250 മില്ലി ആംബിയർ ആണ് വരുന്നത്. ഓക്കെ, 250 മില്ലി ആംബിയർ. ഓക്കെ, വോൾട്ടേജ് വരുന്നത് 75 വോൾട്സ്. ഏകദേശം 10 സെക്കൻഡ് ആണ്. 75 വോൾട്സിലാണ് നമ്മൾ ഒരു 10 സെക്കൻഡിൽ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം അതിന്റെ ഇലക്ട്രിക്കൽ മെത്തേഡിന്റെ ഫ്രീക്വൻസി ആൻഡ് വോൾട്ടേജ് ഒന്ന് നോക്കാം. 250 മില്ലി ആംബിയർ ആൻഡ് വോൾട്ടേജ് വരുന്നത് 75 വോൾട്ട് ഫോർ 10 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇലക്ട്രോഡ്സ് നമ്മളെ ചെവിയുടെ രണ്ട് സൈഡിലും, ചെവി അതേപോലെ തന്നെ ആ ഹെഡിന്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രോഡ്സ് കൊടുക്കുന്നത്. പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാവുകയും അതുപോലെ തന്നെ അതിനുശേഷം ആനിമൽ അൺകോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ കറണ്ട് കൊടുക്കുമ്പോൾ ഇലക്ട്രിക്കൽ മെത്തേഡിൽ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ട് എപ്പോഴും ഒപ്റ്റിമം ആയിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇപ്പൊ കറണ്ട് നമ്മൾ വിചാരിച്ച ആ ഒരു രീതിയിൽ, അതായത് നമുക്ക് വേണ്ട ആ ഒരു ഒപ്റ്റിമത്തിൽ നിന്നും നല്ല രീതിയിൽ കുറയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ആനിമൽസിന് പാരാലിസിസ് സംഭവിച്ചിട്ട് അത് കോൺഷ്യസ് ആയിരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, പാരാലിസിസ് ആവും, പക്ഷെ എന്താണ്, അത് കോൺഷ്യസ് ആവും. അപ്പോ അത് നമ്മൾ സ്ലോട്ടർ ചെയ്യുന്ന സമയത്ത് എന്താ, അതിന് പെയിൻ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു സ്ലോട്ടറിങ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മീറ്റിന്റെ ക്വാളിറ്റിയെ നല്ല രീതിയിൽ ഡിക്രീസ് ആക്കും, അഫക്റ്റ് ആവും. ഓക്കെ, അപ്പം കറണ്ട് ലോ ആകാൻ പാടില്ല. അതേപോലെ തന്നെ ഇപ്പൊ കറണ്ട് കൂടിയെന്നിരിക്കട്ടെ. ഓക്കെ, കൂടി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ കാപ്പിലറീസ്, ഓക്കെ, കാപ്പിലറീസ്, ഈ ആനിമൽസിന്റെ കാപ്പിലറീസ് ഒക്കെ റെപ്ചർ ആയിട്ട് ഒരു എക്സസീവ് പ്രഷർ ഈ ഒരു ബ്ലഡിലേക്ക് വരികയും പീറ്റിക്കൽ ഹീമോഹേജ്, ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ ഒരു സ്പെല്ലിംഗ് അല്ലെങ്കിൽ ആ ഒരു കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. പീറ്റിക്കൽ ഹീമോറേജ് എന്നാണ് പറയുന്നത്. ടിഷ്യൂവിൽ വരുന്ന ഒരു കാപ്പിലറീസിന്റെ റെപ്ചറിന് സയന്റിഫിക് ആയിട്ട് പറയുന്ന ഒരു ടേമാണ് പിറ്റീക്കൽ ഹീമോറേജ് എന്നുള്ള കാര്യം. അപ്പൊ ഇത് കറന്റ് കൂടി കഴിഞ്ഞാലാണ് വരുന്നത്. ഓക്കെ, ഇത് റപ്ചർ ഓഫ് മൈക്രോസ്കോപ്പിക് കാപ്പിലറീസ് ആണ് എന്നും കൂടെ ഓർക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ മെത്തേഡിന്റെ ആ ഒരു ഫ്രീക്വൻസി, കറന്റ്, അതിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കറന്റ് എത്രയാണ്, ലോ ആകാൻ പാടില്ല, ഹൈ ആകാൻ പാടില്ല, അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കുക. നെക്സ്റ്റ് കെമിക്കൽ മെത്തേഡിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ കെമിക്കൽ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇതൊരു ടണലിലായിരിക്കും നമ്മൾ കൊടുക്കുക. ഏകദേശം 65% കാർബൺ ഡയോക്സൈഡ് ആണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഗ്യാസ് നമ്മൾ അല്ലെങ്കിൽ ആനിമൽസിൽ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് ആനിമൽസ് എന്താവും, അനസ്തെറ്റിക് ആവും അല്ലെ. അനസ്തെറ്റിക് ആയിട്ട് അത് അവിടെ ബ്ലീഡിംഗ് ആണ് സംഭവിക്കുന്നത്. ഓക്കെ, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്ലീഡിംഗ് തരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു കെമിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഗേഷ്യസ് മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റിക്കിംഗ് നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, ബ്ലീഡിങ്. ഓക്കെ, സ്റ്റിക്കിംഗ് അല്ലെങ്കിൽ ബ്ലീഡിങ് എന്തായത്,
സ്റ്റണ്ണിങ്ങിന് ശേഷം നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡാണ്. അപ്പൊ സ്റ്റിക്കിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പ്രോപ്പർ ആയിട്ടുള്ള ബോഡി പാർട്സ് അല്ലെങ്കിൽ വെയിൻസ് ഓർ കാപ്പിലറീസ് നമ്മൾ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സിവിയർ ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു ലൈഫ് സ്റ്റോക്ക് ആനിമലിന്റെ അനാട്ടമി അല്ലെങ്കിൽ അതിന്റെ ഒരു നെർവസ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകാനുള്ള ടൈം നമുക്കില്ല. പക്ഷെ മെയിൻ ആയിട്ട് ഇവിടെ പറയുന്ന ചില ടേംസ് ഉണ്ട്. ജുഗുലാർ വെയിൻസ് എന്താണ്, ഓക്കെ, കരോട്ടിഡ് ആർട്ടറി എന്താണ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പം ജുഗുലാർ വെയിൻ നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മളൊരു ലൈഫ് സ്റ്റോക്ക് ആനിമലിന്റെ ത്രോട്ടിലൂടെ ജുഗുലാർ വെയിൻസ്, ഓക്കെ, വെയിൻസ് ആൻഡ് കാപ്പിലറീസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറയാം. ഓക്കെ, ആഫ്റ്റർ സ്റ്റണ്ണിങ് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു മീറ്റിനെ നമ്മൾ ഒരു ഓവർ ഹെഡ് റെയിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്ലോട്ടർ ചെയ്യുക. ഓക്കെ, അപ്പം കരോട്ടിഡ് ആർട്ടറിയും ജുഗുലാർ വെയിൻസും രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. ത്രോട്ട് റീജിയൺ വഴിയായിരിക്കും ഈ ഒരു രണ്ടും, കരോട്ടിഡ് ആർട്ടറിയും ജുഗുലാർ വെയിനിലും പോകുന്നുണ്ടാവുക. അപ്പൊ നമ്മളൊരു ഫ്ലോറിലേക്ക് ഇത് വെച്ചു. ഫ്ലോറിലേക്ക് വെച്ചതിന് ശേഷം ജുഗുലാർ ഫറോ മുതൽ കരോട്ടിഡ് ആർട്ടറി, ജുഗുലാർ വെയിൻ ആൻഡ് ആന്റീരിയർ അയോട്ട ടു ആന്റീരിയർ വീനക്കാവ, ഇവിടുന്ന് ഇത്രയും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ജുഗുലാർ ഫറോ. ജുഗുലാർ ഫറോയിൽ നിന്നും കരോട്ടിഡ് ആർട്ടറി വന്നു, ജുഗുലാർ വെയിൻ വന്നു, ദെൻ പാസ് ടു ആന്റീരിയർ അയോട്ട ആൻഡ് ആന്റീരിയർ വീനക്കാവ. ഇവിടെ വരെയുള്ള സ്കിന്ന് നമ്മൾ മുറിക്കുകയാണ്, ഇൻസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് അകത്തെ വെയിൻസ് മുറിക്കാൻ പറ്റുക. ഓക്കെ, അപ്പം yield ഓഫ് ബ്ലഡ് ഇൻ ബഫലോസ്, അങ്ങനെ 2-3 വാല്യൂസ് കൂടെ ഒന്ന് ഓർത്തിട്ട് പോവാം. ഓക്കെ, ബഫലോയുടെ കേസിൽ ബ്ലഡ് അല്ലെങ്കിൽ ബ്ലീഡിങ് നമ്മൾ ചെയ്യുക അല്ലെ, സ്റ്റിക്കിങ് എന്താണ്, ബ്ലീഡിങ് ചെയ്യുന്നതാണ്. അപ്പൊ yield ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് ഏകദേശം 10 മുതൽ 12 കിലോഗ്രാം ആണ് വരുന്നത്. ബഫലോസിന്റെ കേസിൽ yield ഓഫ് ബ്ലഡ് എന്ന് പറയുന്നത് എത്രയാണ്? 10 to 12 kg ആണ്. ഷീപ്പ് ഓർ ഗോട്ടിന്റെ കേസിൽ ഏകദേശം 1 മുതൽ 1.5 kg ആണ് വരുന്നത്. ഓക്കെ, പിഗ്സിന്റെ കേസിൽ 2 to 3 kg ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണ് ആന്റീരിയർ അയോട്ട അല്ലെങ്കിൽ ആന്റീരിയർ വീനക്കാവ, കൊറോണറി ആർട്ടറി എന്താണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഞാൻ ആ ഒരു ത്രോട്ട് പോർഷന്റെ പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജുഗുലാർ ഫറോ മുതൽ എവിടെ വരെ, ലാസ്റ്റ് നമ്മൾ ആന്റീരിയർ അയോട്ട വരെ, ആ ഒരു പോർഷൻ വരെ, ആന്റീരിയർ വീനക്കാവ് വരെ സ്കിന്ന് ഇൻസൈസ് ചെയ്യണം, മുറിക്കണം എന്ന് പറഞ്ഞില്ലേ, ആ ഒരു പോർഷൻ ആണ് ഈ കാണുന്നത്. ഓക്കെ, ജുഗുലാർ വെയിൻസ് കണ്ടോ, റൈറ്റ് ഇന്റേണൽ ജുഗുലാർ വെയിൻസ് ആൻഡ് റൈറ്റ് എക്സ്റ്റേണൽ ജുഗുലാർ വെയിൻസ്, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യാം, സിവിയർ ചെയ്യാം. ഓക്കെ, 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 നമുക്ക് ഈ ജൂയിഷ് മെത്തേഡ്, ഈ ഡിഫറെന്റ് മെത്തേഡ്സ് കൂടെ നോക്കിയിട്ട് പോകാം. ഓക്കെ, ഇതുകൂടെ ഒന്ന് നോക്കാം. ഓക്കെ, ഡയഫ്രം എന്നുള്ള ആ ഒരു പോർഷനും കൂടെ ഒന്ന് നോക്കാം. നമ്മുടെ ആനിമൽസിന്റെ ഈസോഫാഗസിന്റെ താഴെ, അതായത് ത്രോട്ട് പോർഷനിൽ വരുന്ന ഒരു ആ ഒരു സർക്കിളിൽ ഞാൻ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന പോർഷനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറയുന്ന ഓരോ ടേമും പറയുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, അതിനാണ് ഞാൻ പിക്ചർ കാണിച്ചത്. അപ്പൊ ജൂയിഷ് മെത്തേഡിൽ, നമ്മുടെ റിച്വൽ മെത്തേഡ്സിൽ നമ്മൾ 3 മെത്തേഡ്സ് പഠിച്ചു അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ആണ് ജൂയിഷ് മെത്തേഡ് ഓഫ് സ്ലോട്ടർ അല്ലെങ്കിൽ ഷെക്കീറ്റ മെത്തേഡ് ഓഫ് സ്ലോട്ടറിങ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താണ്, ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആനിമൽസിനെ സ്ലോട്ടർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് പണ്ട് നമ്മൾ ഈ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന വളരെ അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഒരു ഷാർപ്പ് നൈഫ് ഉപയോഗിച്ച് ഒരു സിംഗിൾ ത്രസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഡയഫ്രം എക്സ്പോസ് ചെയ്യണം എന്നുള്ള ഒരു റൂള് മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഡയഫ്രം എന്താണെന്നുള്ളത് ഞാൻ പിക്ചറിൽ കാണിച്ചല്ലേ, എന്തായിരുന്നു, ഈസോഫാഗസിന്റെ ആ ത്രോട്ട് പോർഷനിൽ ചുറ്റിനും ആ എൻസർക്കിൾ ചെയ്തിരിക്കുന്ന പോർഷനാണ് ഡയഫ്രം. ഈ ഒരു പോർഷൻ എൻസർക്കിൾ ചെയ്യണം, സോറി, എക്സ്പോസ് ചെയ്യണം എന്നുള്ള ഒരു റൂൾ മാത്രമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ ഈ ഹൈൻഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നാൽക്കാലികളുടെ ഒക്കെ ഹൈൻഡ് ലെഗ്സ്, അതായത് ബാക്കിലെ ലെഗ്സ്, ട്രങ്ക് പോർഷൻ, മുകളിലെ ബാക്കിലെ ട്രങ്ക് പോർഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷനാണ് ഹൈൻഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈൻഡ് ക്വാർട്ടേഴ്സിൽ ധാരാളം ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ട്. ആ ഒരു ബ്ലഡ് വെസൽസ് അതേപോലെ തന്നെ ഉള്ളിലെ പോർഷൻസ് ഒക്കെ റിമൂവ് ചെയ്യുക, ആ റിമൂവ് ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്രോസസ്സിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു 2 കാര്യം മാത്രമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്, ഇച്ചിരിയെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ളത്. ഡയഫ്രം എക്സ്പോസ് ചെയ്യുക, ഹൈൻഡ് ക്വാർട്ടേഴ്സിലെ ആ ബ്ലഡ് വെസൽസ് എല്ലാം എന്താ പോർ ചെയ്യാന്ന് വെച്ചാൽ അതിൽ പുറത്തോട്ട് എടുക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിനവർ യൂസ് ചെയ്യുന്നത് കോഷർ ബച്ചേഴ്സ് അല്ലെങ്കിൽ ഷോക്കറ്റ്
ബച്ചേഴ്സ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിന് നമ്മൾ കോഷർ മെത്തേഡ് എന്നു കൂടി ഒരു പേരുണ്ട്. ഇപ്പൊ ജൂയിഷ് മെത്തേഡ് ഓഫ് സ്ലോട്ടർ അല്ലെങ്കിൽ ഷെക്കീറ്റ മെത്തേഡ് ഓഫ് സ്ലോട്ടർ അല്ലെങ്കിൽ കോഷർ മെത്തേഡ്, ഇതെല്ലാം ഒരു റിച്വൽ സ്ലോട്ടർ മെത്തേഡ് ആണ്. ഫസ്റ്റ് വൺ. ഓക്കെ, സെക്കൻഡ് വൺ നമ്മൾ പറയുകയാണെങ്കിൽ മുസ്ലിം മെത്തേഡ് ഓഫ് സ്ലോട്ടർ അല്ലെങ്കിൽ ഹലാൽ. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പേരാണ് അല്ലെ, ഹലാൽ ചിക്കൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പൊ ഇവിടെ കരോട്ടിഡ് ആർട്ടറി അതേപോലെ തന്നെ ജുഗുലാർ വെയിൻസ്, ഇത് രണ്ടും നമ്മൾ ഷാർപ്പ് നൈഫ് വെച്ച് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്പൈനൽ കോഡ് അവിടെ നമ്മൾ കട്ട് ചെയ്യില്ല. ഓക്കെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോ സ്പൈനൽ കോഡ് കട്ട് ചെയ്യാതിരിക്കുമ്പോൾ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബ്ലീഡിങ് എൻഷുർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സ്പൈനൽ കോഡ് ഈ ലെഫ്റ്റിലെ സൈഡിലെ പിക്ചർ നോക്കുക. ഓക്കെ, സ്പൈനൽ കോഡ് ആ ബാക്കിൽ കാണുന്ന ഒരു ലൈറ്റ് ഓറഞ്ച് ഷേപ്പിൽ കാണുന്നതാണ് സ്പൈനൽ കോഡ് അല്ലെ, അത് മാത്രം എന്ത് ചെയ്യില്ല, കട്ട് ചെയ്യില്ല. പക്ഷെ എന്താ, ബാക്കിയുള്ള ജുഗുലാർ വെയിൻസ് അതേപോലെ തന്നെ കരോട്ടിഡ് ആർട്ടറി അതെല്ലാം കട്ട് ചെയ്ത് മുകളിൽ ആ ഒരു കരോട്ടിഡ് ആർട്ടറിയുടെ മുകളിലെ പോർഷൻ ആകുമ്പോൾ നിർത്തും. സ്പൈനൽ കോഡ് എന്ത് ചെയ്യും, ഇൻടാക്ട് ആയിട്ട് വെക്കും എന്നുള്ള കാര്യമാണ് മുസ്ലിം മെത്തേഡിന്റെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതെന്താണ്, എഫിഷ്യന്റ് ബ്ലീഡിംഗ് ആണ് എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ഒരു സയന്റിഫിക് ആയിട്ട് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇത് ഒരു മുഫ്തീസ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ അതോറിറ്റി, മുസ്ലിംസിലെ ലോക്കൽ അതോറിറ്റി ആയിട്ടുള്ള മുഫ്തീസ് ആണ് ഈ ഒരു സ്ലോട്ടർ മെത്തേഡ് സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഓഫ് സ്ലോട്ടറിംഗ് റിച്വൽ മെത്തേഡ് ഷട്ക അല്ലെങ്കിൽ സിഖ് മെത്തേഡ്. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഹെഡ്, ആനിമൽസിന്റെ ഹെഡ് ഒരു സ്പോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു വാൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അത്യാവശ്യം സ്കില്ലുള്ള എന്താ വർക്കേഴ്സിന് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ ബ്ലീഡിങ് ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടാണ് പോകുന്നത്. കാര്യം മെഡില്ല ഒബ്ലാങ്കട്ട ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത്, ഡാമേജ് ആവുകയാണ്. അപ്പോ ബ്ലീഡിങ് ശരിയായ രീതിയിൽ നടക്കില്ല. ഓക്കെ, അപ്പം ടിഷ്യൂസിൽ ബ്ലഡിന്റെ അംശം ഉള്ളത് കാരണം ഇത് ക്വാളിറ്റി ഓഫ് ദ മീറ്റ് ഇവിടെ വളരെ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് റിച്വൽ മെത്തേഡ് ഓഫ് സ്ലോട്ടർ ആണ് നെക്ക് സ്റ്റാബ് മെത്തേഡ് അല്ലെങ്കിൽ എവർ മാസൈൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡും നമ്മുടെ റിച്വൽ മെത്തേഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പുഞ്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരു എഡ്ജഡ് ഡബിൾ ഷോർട്ട് ആയിട്ടുള്ള ഡബിൾ എഡ്ജഡ് നൈഫ് അല്ലെങ്കിൽ പുന്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ സ്പേസ് അറ്റ് ദ നേപ്പ് ഓഫ് ദ നെക്ക്, ആ ഒരു ടേം ഓർത്തേക്കുക. ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ സ്പേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്ക് സ്റ്റാബ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മെഡുല്ല ഒബ്ലാങ്കട്ടെ നമ്മൾ അവിടെ കൂടിയാണ് നമ്മൾ നൈഫ് പോകുന്നത്. ഓക്കെ, ഇത് ഫോളോ ചെയ്യുന്നത് സ്പെയിനിലും മെക്സിക്കോ അതേപോലെ തന്നെ ഇറ്റലി അങ്ങനെയുള്ള സൗത്ത് അമേരിക്കൻ കൺട്രീസ് ഇവിടെയൊക്കെയാണ് നെക്സ്റ്റ് സ്റ്റാബ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പേരും ഏത് പോർഷൻ ആണ് എന്നുള്ളത് കൂടി അറിഞ്ഞിരിക്കുക. ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ സ്പേസ് കേൾക്കുമ്പോൾ എവിടെയാണെന്ന് ഒരു ഡൗട്ട് വരും, അതിനു വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ്. അറ്റ്ലസ് ജോയിന്റ് എവിടെയാണെന്നുള്ളത് ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ ജോയിന്റ് ആണ് ഈ ഒരു ആരോയിൽ കാണിച്ചിട്ടുള്ള പോർഷൻ ആണ് ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ ജോയിന്റ്. അപ്പൊ ജോയിന്റ്സ് ഓഫ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറ്റിനറി പഠിച്ച ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? വെറ്റിനറി പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിന്റ്സ് ഓഫ് ഹെഡ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ജോയിന്റ്സ് ഓഫ് ഹെഡിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒസിപ്പിറ്റോ അറ്റ്ലാന്റൽ ജോയിന്റ് അതേപോലെ തന്നെ സിംഫസിയൽ ജോയിന്റ് ഇതൊക്കെ പറയുന്നുണ്ട്. പോവണ്ട, ഇതൊന്ന് മനസ്സിലാക്കാൻ. നെക്സ്റ്റ് സ്റ്റാബ് മെത്തേഡിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ള കാര്യം, ഓസിപ്പിറ്റോ അറ്റ്ലാന്റൽ ജോയിന്റ് വഴിയാണ് നൈഫ് പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ.